ചോദ്യം ചെയ്യാൻ ശ്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്നാണ്. നിശബ്ദ പ്രചരണമാണ് ഇപ്പോ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പില്. ആ തെരഞ്ഞെടുപ്പില് വീട് വീടാന്തരം കയറി പ്രചരണം നടത്തിയ ശേഷം ശോഭാ സുരേന്ദ്രൻ ടീമും ഇങ്ങോട്ട് മാറുമ്പോൾ അടുത്ത ആൾ പോയിട്ട് വോട്ടർമാർക്ക് കാശ് കൊടുക്കുക, പണം കൊടുക്കുക. ആ പണം കൊടുക്കുന്നതും ഈ ചടങ്ങുകളെല്ലാം ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അത് വീഡിയോ എടുക്കുന്നു. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ വന്ന് ശോഭാ സുരേന്ദ്രൻ തട്ടിക്കയറുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്റെ മോന്തക്കുറ്റി അടിച്ച് പൊളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. വോട്ടർമാർക്ക് പാലക്കാട് BJP പണം വ്യാപകമായി വിതരണം ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം ഷൂട്ട് ചെയ്താണ് ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത്. ശോഭാ സുരേന്ദ്രനുമായി തർക്കിക്കുന്നു. ആ വാഹനത്തിലുള്ളവർ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു, ചിത്രം പകർത്താൻ ശ്രമിക്കുന്നതാണ്. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. എന്റെ മൊബൈലിൽ വിളിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിച്ചു കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ ഞാൻ എന്റെ അത് അല്ല അല്ല എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിൽ എന്റെ കണ്ണുകുട്ടി അല്ല നിങ്ങൾ ഫോട്ടോ കൊടുക്കുന്ന നിങ്ങൾ ആദ്യം പറഞ്ഞെന്താ എന്നോട് അങ്ങനെയല്ല നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ, എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് മൊബൈൽ തട്ടിപ്പറിക്കാണ്. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല നിങ്ങൾ ആദ്യം വന്നിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കാം. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ, അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ വന്നിട്ട് ഇല്ലല്ലോ, നിങ്ങൾ ആദ്യം കൊണ്ടെന്താ നിങ്ങൾ ആദ്യം എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്? നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിച്ചു? അല്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. എനിക്ക് മനസ്സിലാക്കാത്തത്, പൊതുപ്രവർത്തകയാകാനാണ് മത്സരിക്കുന്നത്, ഒരു MLA ആകാനാണ് മത്സരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ സ്വത്താണ്, പൊതുജനങ്ങളുടെ പ്രതിനിധിയാണ്. ആ പ്രതിനിധി എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാനും കാണാനും അത് ചോദ്യം ചെയ്യാനുമുള്ള അവകാശം ജനങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ജനപ്രതിനിധിയാണ്? എന്തിനു വേണ്ടിയാണ് നിങ്ങളൊക്കെ മത്സരിക്കുന്നത്? തോൽപ്പിച്ച് മൂലക്കിരുത്തണം, അതാ വേണ്ടത്. ഒരു ജനപ്രതിനിധി നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തെ ആ നാട്ടിലെ പാലക്കാടൻ നാട്ടിലെ ആ ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. ആ നിലയ്ക്ക് അയാൾ വീഡിയോ എടുക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അയാളെ കുറിച്ച് മോശമായിട്ട് പറയാൻ പാടില്ല, ഒന്നും പറയാൻ പറ്റൂല. അത് ജനങ്ങളുടെ സൗകര്യമാണ്. ജനങ്ങളുടെ പ്രതിനിധിയാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ കേൾക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതാണ് ഒരു ജനപ്രതിനിധിയാകാൻ കാത്തു നിൽക്കുന്നവരുടെ ധാർഷ്ട്യം എന്നുണ്ടെങ്കിൽ ഒരു നിലയ്ക്കും അവരെ വിജയിക്കാൻ സമ്മതിക്കരുത്, ഒരു വോട്ട് പോലും കൊടുക്കരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ആര് തന്നെ ആയിരുന്നാലും, അത് ഏത് പാർട്ടി എന്നുള്ളതല്ല. ഞാൻ ഈ രാഷ്ട്രീയം നോക്കി സംസാരിക്കുന്ന ആളല്ല. ഇപ്പോ CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും വേങ്ങരയില് സഭാഹ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ആര് ഭരിച്ചു കഴിഞ്ഞാലും നമുക്ക് നാട് നന്നാവണം. പക്ഷെ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നവര് ജനപ്രതിനിധികളായി വന്നു കഴിഞ്ഞാൽ നാട് കുട്ടിച്ചോറാകും. കഴിഞ്ഞ ദിവസമാണ് രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് BJP പ്രവർത്തകർ അയാളുടെ തെരഞ്ഞെടുപ്പ് പര്യടനം തടഞ്ഞത്. ഒരു BJP പ്രതിനിധി പോകുമ്പോൾ കോൺഗ്രസിന്റെ കൂടുതൽ ആൾക്കാരുള്ള അല്ലെങ്കിൽ അവരുടെ ബൂത്തുകളിലും അല്ലെങ്കിൽ വാർഡുകളിലും കൂടുതൽ പ്രവർത്തകരുള്ള മേഖലയിൽ ആരും തടഞ്ഞിട്ടില്ല. അവർക്ക് പ്രചരണം നടത്താനും വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ മൗലിക അവകാശത്തെ തടഞ്ഞത് അവിടുത്തെ BJP പ്രവർത്തകരാണ്. ശോഭാ സുരേന്ദ്രനൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആ നിലയ്ക്ക് ഈ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് MLA ആയി വരാൻ പാടില്ല എന്നതാണ് ഇപ്പോഴത്തെ എന്റെ നിലപാട്. നേരത്തെ ശോഭാ സുരേന്ദ്രൻ വരണമെന്നും രമേശ് പിഷാരടി ഒരു സിനിമാക്കാരനായതുകൊണ്ട് അയാള് അത്ര കണ്ട ഒരു പ്രവർത്തന മേഖല പരിചയം ഇല്ലാത്ത ഒരാളല്ലേ, ഒന്ന് അവിടെ നിൽക്കട്ടെ എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കുന്ന ആൾക്കാർ
ജനപ്രതിനിധികളായി വന്നു കഴിഞ്ഞാൽ അതിലേറെ ദുരന്തമാണ്. ഒന്നുമില്ലെങ്കിലും രമേശ് പിഷാരടിക്ക് മാന്യമായി സംസാരിക്കാൻ അറിയാം, സഭ്യമായി സംസാരിക്കാൻ അറിയാം. ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകാൻ അറിയാം, ക്ഷമാപൂർവ്വം സംസാരിക്കാൻ എല്ലാം അറിയാം. അതായത് ഒരു പൊതുപ്രവർത്തകന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ആ ചെറുപ്പക്കാരനിലുണ്ട്. ബാക്കിയൊക്കെ അത് നടന്നോളും. കഴിവുള്ള പ്രവർത്തകർ പിന്നാലെ ഉള്ളപ്പോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ പാലക്കാടിന്റെ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള ഗുണ്ടായസം കാണിക്കുന്നവരെ, മുഖമടിച്ച് പൊളിക്കുമെന്ന് പറയുന്നവരെ ഒക്കെ പിടിച്ച് MLA ആക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാൻ പറ്റുമോ? ഇപ്പോ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ തടഞ്ഞതുപോലെ ഇവിടെ BJP-ക്കാർ മാത്രം മതി, BJP-ക്കാരുടെ മാത്രമാണ് MLA ഞാൻ, BJP-ക്കാർ മാത്രം, അങ്ങനെ ഒരു നിലപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ സുഖം പോരാ. വീട് വീടാന്തരം കയറി ഇറങ്ങി കാശ് കൊടുത്ത് വോട്ട് വാങ്ങേണ്ട ഒരു ഗതികേട് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കാശ് കൊടുത്തത് മറ്റു പാർട്ടിക്കാർ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെന്താന്ന് വെച്ചാൽ അത് ചെയ്യുക. അല്ലാതെ അത് വീഡിയോ എടുക്കുമ്പോൾ, അത് തെളിവ് ശേഖരിച്ചു വെക്കുമ്പോൾ ആ തെളിവ് എന്റെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയാൻ അവർക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം അവർക്ക് അവരുടെ വീഡിയോ എടുക്കാനുള്ള യോഗ്യത അവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ട്. കാരണം ഇവർ പൊതുപ്രവർത്തകയാകാൻ, ഒരു MLA ആകാൻ, ജനപ്രതിനിധിയാകാനാണ് മത്സരിക്കുന്നത്. അല്ലാതെ കല്യാണം കൂടാനോ അടിയന്തരം കൂടാനൊന്നും പോയല്ലോ അവരെ വീഡിയോ എടുക്കാതിരിക്കാന്, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാതിരിക്കാൻ, അവരെ വിമർശിക്കാതിരിക്കാന്. ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിലല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ എടുക്കും, അതിനെ വിമർശിക്കും, ഇതെല്ലാം ചെയ്യും. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ചില മാധ്യമപ്രവർത്തകർക്കൊക്കെ ആ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കായിട്ട് തരികയും ചെയ്യാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തായാലും ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യമുള്ള ബിജെപിയുടെ പ്രവർത്തകർ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലയിടത്തായിട്ട് പല വോട്ടർമാരും നമ്മളോടൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ. പക്ഷേ ഇന്ന് കണ്ട ഏറ്റവും ജനാധിപത്യത്തിന്റെ വിരുദ്ധമായ കാഴ്ച എന്ന് പറയുന്നത് പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അവർ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അവർ പോകുന്ന വീടുകളിലെല്ലാം അവരുടെ വാഹനത്തിൽ ഒപ്പം പോകുന്നവരുടെ ഏറ്റവും വിശ്വസ്തയായ സഹായിയായ സഹപ്രവർത്തക, ആ സഹപ്രവർത്തക ഇവർ പോയതിന്റെ തൊട്ടു പിന്നാലെ ഈ വീടുകളിൽ പണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോ പാലക്കാട് കണ്ണാടിയിൽ തെരുവക്കുറിശ്ശിയിൽ ഇങ്ങനെ പണം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടൊപ്പം പോയ ആളുകൾ വിതരണം ചെയ്യുന്നത് കണ്ട് അവരുടെ പിന്നാലെ പോയി ചോദ്യം ചെയ്യാൻ ശ്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്നാണ്. ആ വിഷ്വൽസും തരാം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കള്ളം പിടികൂടിയ ആളോട് മുഖം അടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് നിൽക്കുന്ന സാഹചര്യത്തെ പാലക്കാട് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണും. പാലക്കാടിന്റെ മണ്ണിന്റെ പ്രത്യേകത മതേതരത്വത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നൊരു മണ്ണാണ്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് BJPയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. Different angles. Don't forget to subscribe and support this channel.